എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശികൂറ് ഫലമാണ്. അത് തുലാം രാശിയുടെ രാശിഫലമാണ് ഞാൻ പറയുന്നത്. 1202 മലയാള പുതുവർഷത്തെ ഫലം. അപ്പൊ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ഇത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ തുലാക്കൂറിൽ ഗ്രഹങ്ങൾ, ഈ പുതുവർഷത്തിൽ ഗ്രഹങ്ങൾ എവിടെയെല്ലാം ഏത് സ്ഥാനത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കാം. ഈ വർഷം തുലാക്കൂറുകാരെ സംബന്ധിച്ച് വേഴം 10ഉം 11ഉം ഭാവങ്ങളിലും, ശനി 6ഉം 7ഉം ഭാവങ്ങളിലും, രാഹു 5ഉം 4ഉം ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ ആ സമയത്തെ കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇപ്പൊ മൊത്തം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. അപ്പോ ഈ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നോക്കണം. ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച്, ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ പുതുവർഷത്തിലുള്ളത്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. മംഗളകർമ്മങ്ങൾ നടക്കാനിടവരും. പുണ്യകർമ്മങ്ങളും ബന്ധുജന സഹായങ്ങളും ഇവർക്ക് പുണ്യകർമ്മങ്ങൾ ചെയ്യാനിടവരും. ബന്ധുജന സഹായം കിട്ടാനും ഇടവരും. കുടുംബത്തിൽ പുരോഗതി ഉണ്ടാകും. എന്നാൽ ശാരീരികമായ ചില അസ്വസ്ഥതകളും ദാമ്പത്യപരമായ ചില സുഖഹീനതകളും ധനപരമായ ചില നഷ്ടങ്ങളും, അതോടൊപ്പം തന്നെ ചില അവസരങ്ങളിൽ യാത്രാക്ലേശം ഉണ്ടാകുവാനും സാധ്യതയുള്ള ഒരു സമയമാണ് ഈ തുലാക്കൂറുകാരുടെ പുതുവർഷ ഫലം. അപ്പൊ ഞാൻ പറഞ്ഞു ഗുണദോഷ ഫലമാണ്, സമ്മിശ്ര ഫലമാണ്. അത് നോക്കാം ഒന്നുകൂടി. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള മാസങ്ങളിലെ ഫലമാണ് ഞാൻ ഇവിടെ ചുരുക്കി പറയുന്നത്. കച്ചവടക്കാരെ സംബന്ധിച്ച് വർധന ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് വരുമാന വർധന. കച്ചവടക്കാരെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വരുമാന വർധന ഉണ്ടാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് അവര് ബിസിനസ് കൂട്ടാളികളുമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഇനി കച്ചവടക്കാരല്ലാത്തവരാണെങ്കിൽ തന്നെയും മറ്റുള്ളവർക്ക് വരുമാന വർധന ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഈ സമയം. വരുമാന വർധന ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടങ്ങൾ ഈ വരുമാന വർധനയിലൂടെ സമ്പാദിക്കാൻ ഇവർക്ക് കഴിയുന്ന ഒരു വർഷമായിരുന്നു. ബഹുമാനങ്ങൾ കിട്ടാൻ ഇടവരും. ഇവരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അവാർഡുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇവരെ സംബന്ധിച്ച് ഒരു ശ്രേയസ് ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സമ്മാനങ്ങളോ പുരസ്കാരങ്ങളോ ഒക്കെ ഇവർക്ക് കിട്ടാനുള്ള അവസരങ്ങളും ഈ സമയത്ത് വന്നു ചേരുന്നതാണ്. ബഹുമാനങ്ങൾ കിട്ടും. മാനസികമായും ശാരീരികമായും ഇവരെ സംബന്ധിച്ച് സന്തോഷം കിട്ടുന്ന ഒരു സമയമാണ് ഈ വർഷം. അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ഒരു സന്തോഷം കിട്ടുന്ന അവസരം. സമ്മാനങ്ങൾ ഇവരെ തേടി വരുന്ന ഒരു സമയമാണ്. ഇവർക്ക് സമ്മാനങ്ങൾ കിട്ടാനിടവരും. ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന ഒരു വർഷമാണ്. ഇവർ വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം. നടക്കില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിരുന്ന ചില കാര്യങ്ങൾ പോലും ഇവരെ സംബന്ധിച്ച് അത് തുടർന്നു കൊണ്ടുപോകുവാൻ കഴിയുന്ന ഒരു സമയമായി ഈ സമയത്തെ കാണാൻ കഴിയും. അതുകൂടാതെ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും, ഞാൻ പറഞ്ഞല്ലോ, മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാനും ഇവർക്ക് സാധിക്കുന്ന സമയമാണ്. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും ഇവർക്ക് പുനരാരംഭിക്കാൻ പറ്റും. ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലോ
അവർക്ക് ഇൻഷുറൻസ് പരമായി അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ വർഷം ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ചില മാസങ്ങളിൽ സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മേടമാസത്തില് ഇവർക്ക് സാമ്പത്തികമായ ചില തടസ്സങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ, അതും അല്ലെങ്കിൽ ചില സാമ്പത്തിക ഇടപാടുകളിൽ ഇവർക്ക് മനക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഉദരരോഗവും നയനരോഗവും ഇവർക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഉദരരോഗം, വൈറസ് സംബന്ധമായ അസുഖം, കണ്ണിന്റെ അസുഖങ്ങൾ, ഇതെല്ലാം ഇവർക്കും ഈ പുതുവർഷത്തിൽ തോടനുബന്ധിച്ചൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല ഉന്നതന്മാരുമായി കൂടിക്കാഴ്ചക്കും ഇവർക്ക് ഇടവരുന്നതാണ്. ഉന്നതമായ പല ഉന്നതരായ ചില വ്യക്തികളുമായി ഇവർക്ക് കൂടിക്കാഴ്ച നടത്താൻ ഇടവരും. പുതിയതായി സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ കിട്ടാവുന്ന ഒരു സമയമാണ്. അപ്പൊ ഈ 1202 മലയാള പുതുവർഷ തുലാക്കൂറിന്റെ ഈ ഫലം, തുലാക്കൂറിന്റെ രാശിക്കൂർ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഈ വീഡിയോ സംബന്ധിച്ചുള്ള കമന്റുകൾ എൻ്റെ ചാനലിൽ കമന്റ് ബോക്സിൽ അത് നിങ്ങളുടെ ഇടണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഈ ചാനലിൽ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.